നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ചരിത്ര പൈതൃകം കൊണ്ട് മഹനീയമായ മാറഞ്ചേരിയുടെ മണ്ണിൽ എന്നും അന്യന്റെ വേദനകൾ സ്വന്തം വേദനകളായി കണ്ടിരുന്നവർ മഹാരോഗത്തിന്റെയും ദുരിതത്തിന്റെയും നടുക്കളത്തിൽ വേദന അനുഭവിക്കുന്നവരെയും മറന്നില്ല. കഴിഞ്ഞ 8 വർഷം മുമ്പ്, അതായത് 2004-ൽ മാറഞ്ചേരിയിൽ വളരെ ചെറിയ നിലയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി. മാറഞ്ചേരി, വെളിയങ്കോട്, പെരുമ്പടപ്പ് പഞ്ചായത്തുകളിലായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പ്രവർത്തനം 8 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ 3 പഞ്ചായത്തുകളിലും അവശത അനുഭവിക്കുന്ന ക്യാൻസർ രോഗികളും അതുപോലെ തന്നെ മാനസിക രോഗികൾക്കും കിടപ്പിലായ പാവപ്പെട്ട രോഗികൾക്കും ഒരു ആശാകേന്ദ്രമാണ് കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. അന്യന്റെ വേദനകൾ സ്വന്തം വേദനയായി കണ്ട മാറഞ്ചേരിക്കാരുടെ പൈതൃകം ഇവിടെയും നോക്കുകുത്തിയായി നിന്നില്ല. ക്യാൻസർ രോഗികൾ, പക്ഷാഘാതം പോലുള്ള കാരണങ്ങളാൽ ശരീരം തളർന്ന് കിടപ്പിലായവർ, ദീർഘകാലം ചികിത്സ ആവശ്യമുള്ള അപസ്മാര രോഗികൾ, ദീർഘകാലമായി മാനസിക രോഗമുള്ളവർ, പ്രായാധിക്യം കാരണം കിടപ്പിലായി വളരെയധികം ദുരിതം അനുഭവിക്കുന്നവർ തുടങ്ങി തുടർ ചികിത്സയും പരിചരണവും ആവശ്യമുള്ളവർ മാറഞ്ചേരി, വെളിയങ്കോട്, പെരുമ്പടപ്പ്, നന്നമ്മുക്ക് പഞ്ചായത്തുകൾ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലും പരിസര പ്രദേശങ്ങളിലും നിരവധിയാണ്. ഇത്തരം രോഗികളും അവരുടെ കുടുംബങ്ങളും അനുഭവിക്കുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവും സാമൂഹ്യവും ആത്മീയവുമായ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ പൊതുസമൂഹത്തിന്റെ മുഴുവൻ പിന്തുണയും അഭ്യൂഹമാണ്. ഇവർക്കൊക്കെ സാന്ത്വന സ്പർശവുമായി കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി മാറഞ്ചേരിയിൽ ഒരു പ്രാദേശിക കൂട്ടായ്മയാണ്. പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഒരു വളരെ വിശാലമായ ഒരു അർത്ഥത്തിലാണ് എടുക്കുന്നത്. അതിൽ ഡോക്ടറുടെ സേവനം എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് പരിമിതികളുണ്ട്. കൊണ്ടുള്ള സ്റ്റാഫ് കുറവാണ്, ഡോക്ടർമാർ തന്നെ കുറവാണ് അതിന്. പിന്നെ രോഗികൾ അത്രത്തോളം കൂടുതലുണ്ട്. ഇവിടെ 300-300-അടുത്ത് രോഗികളുണ്ടെന്നാണ് നമ്മുടെ കണക്ക്. ഏകദേശം പുതിയ കേസുകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേസ് പറഞ്ഞാൽ കൂടുതൽ ഹോം കെയറാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ രോഗികൾ ഇവിടെ വന്ന് കാണുക എന്നുള്ളതല്ല, അവിടെ ചെന്ന് നമ്മൾ വീട്ടിൽ ചെന്ന് അവരെ കാണുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അത് എത്രത്തോളം സാധിക്കുന്നു എന്നറിയില്ല, എങ്കിലും രോഗികൾക്ക് കൂടുതൽ പേർക്കും നമ്മൾ ചെല്ലുന്നതും കാണുന്നതും വളരെ ആശ്വാസകരമായിട്ടാണ്. മരുന്നിനേക്കാൾ ഉപരി അവർക്ക് നമ്മുടെ സാന്നിധ്യമാണ് കൂടുതൽ അവർക്ക് താല്പര്യമായിട്ടും തോന്നുന്നതും. അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് ഒരിക്കലും നമ്മുടെ ചികിത്സയും നമ്മുടെ സേവനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ കൂടുതലും പുറമേ നിന്നുള്ള ചികിത്സയ്ക്ക് പോകാൻ പോലും പലരും ചില തയ്യാറാവില്ല. കാരണം അവർക്ക് ഇതിനോട് അത്രത്തോളം അടുപ്പ് തോന്നുന്നുണ്ട്. പക്ഷേ എങ്കിലും മറ്റ് ചികിത്സ ആവശ്യമുള്ളവരെ നമ്മൾ നിർബന്ധിച്ച് പറഞ്ഞയക്കാറുമുണ്ട്. ചികിത്സ കൊണ്ട് പൂർണ്ണമായി ഭേദപ്പെടുത്താൻ കഴിയാത്ത രോഗങ്ങളാൽ തീരാ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന നിരാലംബരായ രോഗികളുടെ സമ്പൂർണവും ക്രിയാത്മകവുമായ പരിചരണ വേദിയാണ് പാലിയേറ്റീവ് കെയർ. മാറാ രോഗികൾക്ക് സ്നേഹവും ആത്മവിശ്വാസവും ശാസ്ത്രീയ സാന്ത്വന പരിചരണവും നൽകാനും ഒപ്പം നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായവും പങ്കാളിത്തവും ഉറപ്പുവരുത്താനുമുള്ള ജനകീയ കൂട്ടായ്മയ്ക്ക് 2004 ഫെബ്രുവരിയിൽ തുടക്കം കുറിച്ച കരുണ 400ഓളം പാലിയേറ്റീവ് രോഗികൾക്കും 60-ൽ പരം മാനസിക രോഗികൾക്കും ആധുനിക ശാസ്ത്രീയ ചികിത്സയും സാന്ത്വന പരിചരണവും നൽകി വരുന്നു. പറയാനുള്ളത് എല്ലാവർക്കും നല്ലതാണ്. അതുകൊണ്ട് കുറെ ആൾക്കാർക്ക് ഉപകാരമുണ്ട്. ഇപ്പൊ 10 മാസമായിട്ട് മനസ്സിന് നമുക്ക് സന്തോഷമാണ്. അഭിപ്രായം വളരെ സന്തോഷമാണ്. അതെല്ലാം ഒക്കെ എല്ലാവരും നല്ല ഇത് നല്ല ഇതാണ്. ഡോക്ടർമാർ നമുക്ക് വരുന്നതും പിന്നെ അതേപോലെ മരുന്നുകളും കാര്യങ്ങളൊക്കെ പനി എന്തെങ്കിലും പെട്ടെന്ന് ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം വിളിച്ചാൽ വേഗം എത്തും. നമുക്ക് മരുന്നുകളും കാര്യങ്ങളൊക്കെ എത്തിച്ചു തരും. കൃത്യമായിട്ട് ഡോക്ടർ വന്ന് നോക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സിന് തന്നെ ഭയങ്കര ആശ്വാസമായ ഇതാണ്. നമ്മൾ പുറത്തിറങ്ങാനും അതേപോലെ തന്നെ നമ്മളെപ്പോലെ രോഗികളെ കാണാനും ഒക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകാനും അതേപോലെ
6 മാസം കൂടുമ്പോൾ സംഗമം നടത്തിയിരുന്നു. അതേപോലെ ഉള്ള രോഗികളായിട്ട് പരിചയപ്പെടാനും. അപ്പം നമുക്ക് മനസ്സിന് നമ്മൾ രോഗിയെ നമുക്ക് തോന്നുന്നതന്നെയല്ല ഇങ്ങനെയുള്ള പുറത്തിറങ്ങുമ്പോഴും തന്നെ. മറ്റേ വീട്ടിലടഞ്ഞിരിക്കുമ്പോൾ നമുക്ക് രോഗി എന്നുള്ളൊരു കുറ്റബോധം നമുക്ക് എപ്പോഴും മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അത് എത്രയും ഭയങ്കര മാറ്റം വന്ന ഈ കരുണ പ്രവർത്തനം കൊണ്ട്. അല്ല, വളണ്ടിയർമാരുടെ കൂടുതലുള്ള പ്രവർത്തനം അവർ വന്ന് നോക്കുമല്ലോ. നമ്മളെപ്പോലുള്ള സ്വന്തം കുടുംബക്കാരെ പോലെ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ പോലെ അവർ വന്ന് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും നമ്മളെടുത്ത് കൊണ്ടുപോകാനും പിടിക്കാനും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ളതൊക്കെ നല്ലൊരു കാര്യമാണ്. ഡോക്ടർമാർ, നഴ്സുമാർ, ഓഫീസ് അസിസ്റ്റന്റ്, ഡ്രൈവർമാർ എന്നിവരുടെ ശമ്പളത്തിലും ആംബുലൻസ് അടക്കം 2 വാഹനങ്ങളുടെ ഇന്ധന ചെലവിനും മെയിന്റനൻസിനും രോഗികളുടെ മരുന്നിനുമായി മാസത്തിൽ ഏകദേശം 1.25 ലക്ഷത്തിൽ പരം രൂപ കരുണ ചെലവഴിക്കുന്നുണ്ട്. മാറഞ്ചേരിയിലെ ഒരു പറ്റം നിസ്വാർത്ഥരും സേവനതൽപരരുമായ ചെറുപ്പക്കാരുടെയും പൊതുപ്രവർത്തകരുടെയും പരിശ്രമഫലമായാണ് 2004 ഫെബ്രുവരി മാസത്തിൽ കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി രൂപം കൊള്ളുന്നത്. നല്ലവരായ നാട്ടുകാരുടെയും ഗൾഫ് മലയാളികളുടെയും സഹായം കൊണ്ട് വളരെ വിജയകരമായി തന്നെ 8 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു വികസനത്തിൻ്റെ ഭാഗമായി 3 വർഷം മുമ്പാണ് സൈക്കാട്രി OP നിലവിൽ വന്നത്. ഈ കാലമത്രയും 1000-ൽ പരം ക്യാൻസർ മറ്റ് രോഗികളെയും 65-ൽ പരം മാനസിക രോഗികളെയും ചികിത്സിക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കരുണയുടെ സേവനങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും സൗജന്യ OP ക്ലിനിക്കും മരുന്ന് വിതരണവും. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ നഴ്സുമാർ, വളണ്ടിയർമാർ എന്നിവർ ചേർന്ന് നഴ്സസ് ഹോം കെയർ. ഒന്നിടവിട്ട തിങ്കളാഴ്ചകളിലും മാസത്തിൽ അവസാന വെള്ളിയാഴ്ചയും നഴ്സുമാർ, ഡോക്ടർമാർ, വളണ്ടിയർമാർ ചേർന്ന് ഡോക്ടേഴ്സ് ഹോം കെയർ. ദരിദ്രരായ രോഗികൾക്ക് സൗജന്യ റേഷൻ, വീൽ ചെയർ, ക്രച്ചസ്, വാക്കർ, വാട്ടർ ബെഡ്, യാത്രാ ചെലവ് തുടങ്ങിയ സൗകര്യങ്ങളും. എല്ലാ ശനിയാഴ്ചകളിലും തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായി പേപ്പർ കവർ നിർമ്മാണം, കുട നിർമ്മാണം, സോപ്പ് പൗഡർ നിർമ്മാണം, ടോയ്ലറ്റ് സോപ്പ് നിർമ്മാണം എന്നിവ ഡേ കെയറിൽ നടക്കുന്നുണ്ട്. ഡ്രൈവർ ഹോം കെയറിന് ഉപയോഗിക്കുന്ന വാഹനം, ഹോം കെയർ കിറ്റ്, ട്രേകളിൽ മരുന്നുകളും ഗുളികകളും, മറ്റ് ബോക്സുകളിൽ മൂത്രമെടുക്കുന്ന ട്യൂബുകൾ, സിറിഞ്ച്, മുറി കെട്ടാനുള്ള സാധന സാമഗ്രികൾ, ഭക്ഷണം നൽകാനുള്ള റൈൽസ് ട്യൂബ്, IV ബ്ലൂയിസ്, എനിമിക്കുള്ള സംവിധാനങ്ങൾ, ഡോക്ടർ, നഴ്സസ്, സന്നദ്ധ പ്രവർത്തകർ ഇവയൊക്കെയാണ് കരുണയുടെ രോഗികളുടെ ഗൃഹസന്ദർശന യൂണിറ്റ്. മറ്റു മരുന്നുകളോടൊപ്പം ആവശ്യമെങ്കിൽ വേദനാസംഹാരികൾ നൽകി, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടെന്ന് സാന്ത്വനമേകി, ബന്ധുക്കൾക്ക് പരിചരണത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് വീടുകളിൽ നിന്ന് വീടുകളിലേക്ക്. ഇവിടെയാണ് മറ്റ് ആതുര ശുശ്രൂഷകളിൽ നിന്ന് പാലിയേറ്റീവ് കെയറിന്റെ വ്യതിരക്തതയും സവിശേഷതയും പ്രകടമാകുന്നത്. ഖത്തർ സഫാരി ഗ്രൂപ്പ് MD ജനാബ് മടപ്പാട്ട് അബൂബക്കർ സംഭാവന ചെയ്ത ഓംനി ആംബുലൻസ്, മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി തന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും വാങ്ങി നൽകിയ ബൊലേറോ XL എന്ന ഹോം കെയറിന് ഉപയോഗിക്കുന്ന മറ്റൊരു വാഹനവും കരുണയുടെ സേവന മുദ്രകളാണ്. കരുണ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന മാറഞ്ചേരി ആരോഗ്യ കേന്ദ്രത്തിലാണ് കരുണയുടെ സേവന പ്രവർത്തനങ്ങൾക്കും ആതുര ശുശ്രൂഷകൾക്കും രോഗീ പരിചരണത്തിനും ഒരു കേന്ദ്രം. കരുണാഭവൻ സ്വന്തമായി സമ്പാദിക്കുക എന്ന ലക്ഷ്യം സഫലമാകുന്നതിന്റെ ഭാഗമായി മാറഞ്ചേരി സ്വദേശികളായ മേലെ മന്നിങ്ങലിൽ TA നാസർ, ഷുക്കൂർ സഹോദരന്മാർ സംഭാവന നൽകിയ 10 സെന്റ് സ്ഥലത്ത് കെട്ടിട നിർമ്മാണം നടന്നുവരുന്നു.
2004 ഫെബ്രുവരിയിൽ ആരംഭിച്ച കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്ന പാലിയേറ്റീവ് സ്ഥാപനം ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മാറഞ്ചേരി പ്രൈമറി ആരോഗ്യ കേന്ദ്രത്തിലാണ്. കരുണയുടെ പ്രവർത്തനത്തിനും ആതുര ശുശ്രൂഷയ്ക്കും ഒരു കേന്ദ്രം എന്ന കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകരുടെ ആഗ്രഹം സഫലമാകാൻ പോവുകയാണ്. മന്നിങ്ങയിൽ നാസർ, ഷുക്കൂർ സഹോദരന്മാർ 10 സെന്റ് സ്ഥലം കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി സൗജന്യമായി സംഭാവന നൽകുകയും അതിൽ ഒരു പ്ലാനും എസ്റ്റിമേറ്റും അംഗീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ കരുണയുടെ ട്രഷററായ സി മുഹമ്മദ് അഷ്റഫിൻ്റെ മകളെ കല്യാണം കഴിച്ച ഒരു സുഹൃത്ത് കുവൈത്തിലെ നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിൽ ഈ പ്ലാനും എസ്റ്റിമേറ്റും സമർപ്പിക്കുകയും ആ നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി 25 ലക്ഷം രൂപ ഈ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിക്കുകയുണ്ടായി. കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ചപ്പോൾ അത് സർക്കാരിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി മാത്രമേ ഇതിൻ്റെ പ്രവർത്തനത്തിന് ലഭ്യമാവുകയുള്ളൂ എന്ന കണിശമായ നിബന്ധന വെച്ചപ്പോൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അനുസരിച്ച് ഈ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള പെർമിഷനായി ഈ കമ്മിറ്റി വീണ്ടും ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുകയുണ്ടായി. 2011 ജൂലൈ മാസത്തിലാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള പെർമിഷൻ കമ്മിറ്റിക്ക് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭ്യമായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 25 ലക്ഷം രൂപ സ്വീകരിക്കുകയും അത് ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ കെട്ടിടം ഒരു വരെ പൂർത്തീകരിക്കുകയും അതിൻ്റെ പടവും മറ്റു തേപ്പ് പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളുടെയും കെട്ടിട മെറ്റീരിയൽസിൻ്റെയും അമിതമായ വിലക്കയറ്റ നിമിത്തം ഇപ്പോൾ ലഭ്യമായ ആ സംഖ്യ കെട്ടിടം പൂർത്തീകരിക്കുന്നതിന് മതിയാവാത്ത സാഹചര്യത്തിലാണ് കരുണയുടെ പ്രവർത്തകരായ ഞങ്ങളിപ്പോൾ. ഏറെക്കുറെ 10-12 ലക്ഷം രൂപ കൂടി ലഭ്യമായാലേ